പ്രധാനമായിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ടീമും എല്ലാവർക്കും കൂടി വേദിയിലിരിക്കാനുള്ള സൗകര്യം 20 പേരുടെ സ്വപ്നമാണെന്ന് പറയും. 20 പേരുടെ സ്വപ്നത്തിന്റെ കപ്പിത്താനാണ് ഇരിക്കുന്ന ബാലു. അതോടൊപ്പം എഴുത്തുകാരനും പോലീസ് മേധാവിയായിട്ട് വിരമിച്ചിട്ടുള്ള ശ്രീ വേണുഗോപാൽ സാറ്, അദ്ദേഹം ഞങ്ങളുടെ മെന്റർ കൂടിയാണ്, അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ അമീർ അലി, അതോടൊപ്പം നൗഷാദ് ഇതൊരു പ്രധാന വർഷം നൗഷാദിക്ക, അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ഈ 10-20 പേരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30ഓളം പുതുമുഖങ്ങള്, അത് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലുമായിട്ട്, സിനിമയുടെ ക്യാമറയുടെ മുന്നിലും പിന്നിലുമായിട്ട് ഒട്ടനവധി, നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടർ തൊട്ട് ഇങ്ങോട്ട് അഭിനയിക്കുന്നവർ വരെ വളരെ ചുരുക്കം ചിലതിന്റെ അറിയാവുന്ന ഫെയിമായിട്ടുള്ള ആളുണ്ടെങ്കിലും ഇനി മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ പില്ലേഴ്സ് ആയിട്ടുള്ള വളരെ നെടുന്തൂണുകളായിട്ടുള്ള ഒട്ടനവധി താരങ്ങളെ കൂടി നമ്മൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ പേരുകൾ നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പൂർണ്ണമായിട്ടും അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മളൊരു അനൗൺസ്മെന്റ് ഉണ്ട്. അതിലും നിങ്ങളുടെ സഹകരണവും സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കൃത്യമായിട്ട് അവരുടെ പേരുകൾ പറയാം. കാരണം കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ്സ് സൈൻ ചെയ്തതിനു ശേഷം മാത്രം അവരുടെ പേരുകൾ പുറത്തുവിടുക എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് അഭിനേതാക്കൾ, ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഗുരുവായിട്ടുള്ള ആളടക്കം ഒരുപാട് പേരുടെ ഞങ്ങൾക്ക് സാന്നിധ്യം ഈ സിനിമയിൽ ഉണ്ടാവും. ഒരു വലിയ ചിത്രമായി മാറും. സിനിമ തന്നെയാണ് ഇതിലെ നായകനും നായികയും. ഓരോരുത്തർക്കും അത്രത്തോളം ഇമ്പോർട്ടൻസ് സിനിമയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. തുടർന്ന് നമുക്ക് നമ്മുടെ എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്വപ്നത്തിന്റെ നിറമുള്ള സ്വപ്നത്തിന് പേര് ഇട്ടിട്ടുണ്ട്. ആ പേര് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതിലേക്ക് കിടക്കാറില്ല. ഓക്കെ, നമുക്ക് പോസ്റ്റർ റിവീൽ ചെയ്യാം, അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. സ്വപ്നത്തിനൊരു പേരായിട്ടുണ്ട് ഗുഡ് ഫ്രൈഡേ. അപ്പോ ആ സ്വപ്നത്തോടൊപ്പം സഞ്ചരിക്കാൻ, ഞങ്ങളുടെ സ്വപ്നത്തിന് നിറഞ്ഞു വരാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ സഹായം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ കാര്യങ്ങളല്ലേ. അപ്പൊ ഈ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളിൽ അറിയാനോ, നേരത്തെ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാര്, ഒട്ടും ചെറിയ പരിചിതമല്ലാത്ത കുറെ ആൾക്കാര്, എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അബൌട്ട് പോസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങളെ കൊണ്ട് ആകുന്ന രീതിയിലുള്ള അതിന്റെ മറുപടികൾ നിങ്ങൾക്ക് തരാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ഇത് കുറെ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ്, താങ്കളുടെ ചിത്രമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഏതാണ് ജോണർ? ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചിട്ടൊരു തരത്തിലാണ് ആ പോസ്റ്റർ തന്നെ ഇട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ജോണർ, ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ ഒരു കോൺഫിഡന്റ് ആണ് താങ്കൾ? വലിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യം തന്നെ പറയാം, ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ തന്നെയാണ്. ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന പേരിന് ഭയങ്കര റിലവൻസ് ഉണ്ട് ഈ സിനിമയിൽ, കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പുതുമുഖങ്ങളുടെ കാര്യം പറഞ്ഞു വെച്ചാൽ ഇതൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഡിഫറെന്റ് ത്രില്ലറാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചിതമല്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ നറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങൾ, ചില പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതുമുഖങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ മലയാളത്തിൽ നമുക്കറിയാവുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളും ഒരു പ്രധാനപ്പെട്ട ക്യാമിയോയും ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിപ്പോ തൽക്കാലം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാസ്റ്റിംഗ് മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല, അതിന് ലാസ്റ്റ് ക്വസ്റ്റിന് ഉത്തരം പറഞ്ഞിട്ട് വരാം. ഒന്ന്, എത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആണ്. നമ്മൾ സ്ക്രിപ്റ്റിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസിന് ഒരു കുറവില്ല. ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. എന്റെ ടീമും എന്നിൽ നല്ല കോൺഫിഡന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിരിക്കും. ഈ പറഞ്ഞ പോലെ ആ ഒരു ജോണറിൽ നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയല്ല, വിശ്വാസമുണ്ട്, ഉറപ്പാണ്. സിനിമ എത്ര, എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം, എത്രത്തോളം വലിയ വിജയമാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ദേവദൂതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ദേവദൂതൻ 24 വർഷം മുമ്പ് ആ സിനിമ ഇത്ര വലിയ ഹിറ്റല്ല.
ഇപ്പോഴാണ് ദേവദൂതൻ ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയിരിക്കുന്നത്. അറിയാലോ, കണ്ടില്ലേ, ഡെഡ്പൂളിനെയും കാട്ടിലും വലിയ കളക്ഷൻ ഒരു വീക്കെൻഡ് ഡേയില് ഡെഡ്പൂളിനെക്കാട്ടിലും, അതുപോലെ തന്നെ ധനുഷിന്റെ 50th മൂവി ഉണ്ടായിരുന്നു, അതിനേക്കാട്ടിലും കളക്ഷൻ ദേവദൂതൻ ബാഗ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ഡേയില് ഇത്ര 24 വർഷങ്ങൾക്ക് ശേഷം. അപ്പം സിനിമ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് വിജയത്തിനെയും പരാജയത്തിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോണറിനോട് 100% നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. താങ്ക് യു. പിന്നെ പോസ്റ്ററിന്റെ കാര്യം ബ്രോ ചോദിച്ചതിൽ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ലൈക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. പ്രത്യേക മതവിഭാഗത്തിനെ ബന്ധപ്പെടുത്താനായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന ആ ഒരു ക്രോസ് ഉണ്ട്, ഒരു ഹോളി ക്രോസ് ഒരു ഇന്ത്യൻ ബോഡിയിൽ വന്നതായിരിക്കാം അങ്ങനെ ചോദിക്കാൻ കാരണമായത്. അത് സിനിമയുടെ ഒരു സുപ്രധാനമായ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് സീനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. നമ്മളൊരു പ്രത്യേക മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മളൊരു നമ്മള് മനഃപൂർവ്വമായിട്ട് ആരെയും ക്രൂശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. കുരിശ് വന്നുകൊണ്ടാണ് കേട്ടോ ക്രൂശിക്കാൻ എന്നുള്ള വാക്ക് കയറി വന്നത്. കേരളം എന്ന് പറയുമ്പോൾ പ്രത്യേക എന്തെങ്കിലും ഒരു കാരണത്തിന് ജാതിയുടെ മതത്തിന് പേര് ഒരുപാട് കലഹങ്ങൾ നടക്കുന്ന ഒരു നാടാണ്. പറഞ്ഞാലും അത് ഫാക്റ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്ട് വരുമ്പോൾ നമ്മള് ഒരുപാട് സിനിമകളിൽ പോലും കണ്ടിട്ടുണ്ട്. സാത്താനിക്ക് കണ്ടിട്ടുണ്ട്, കർത്തൻ സാഹിബ്, അങ്ങനത്തെ ടീമുകളുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്ലോട്ട് കണ്ടപ്പോൾ തോന്നിയതാണ്. ആന്റി ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നുമില്ല, നമ്മൾ ഇല്ലുമിനാറ്റി അല്ല. പക്ഷെ നമുക്കും സംസാരിക്കാൻ വാലിഡ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷെ ബ്രോ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മളൊരു മതത്തിനെ തൊട്ട് കളിക്കുന്ന വെച്ചാൽ സെൻസിറ്റീവ് ആണ്. പക്ഷെ കേരളത്തിൽ മാത്രമല്ല നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാകത്തുള്ളൂ, കേരളീയർക്ക് അതിനുള്ള ധൈര്യമുള്ളൂ. കാരണം കേരളത്തിൽ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമുക്ക് കരുതുന്നു. എനിക്കറിയില്ല ഓഡിയൻസിന്റെ ഞങ്ങളുടെ ടീമിന്റെ നേരത്തെ പറഞ്ഞ ടീമിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. നിങ്ങൾ നായകന്മാരുടെ ഗ്ലാമർ ഒന്നും നോക്കണ്ട, സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് ശ്രീ CM ജോർജ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അദ്ദേഹത്തിന്റെ നാട്ടില് പള്ളിക്ക് സ്ഥലം കൊടുത്ത പാരമ്പര്യം, ഇദ്ദേഹത്തിന്റെ അച്ഛനപ്പന്മാരൊക്കെ പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ സക്കറിയ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവർ രണ്ടുപേരും ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ ഒപ്പത്തിന് തോന്നോട് നിൽക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. ഞങ്ങള് ക്രിസ്തീയ മതത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും അത് വ്രണപ്പെടുത്തുന്ന ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല, അത് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. അദ്ദേഹം ചോദിച്ച ചോദ്യം നല്ലതാണ്. എല്ലാവർക്കും തോന്നും ഇത് കാണുമ്പം. ആദ്യം ഞങ്ങളും ബാലുവിനോട് ചോദിച്ചു എന്തെങ്കിലും തോന്നുന്നുണ്ടോ. ബാലുവിന്റെ ബാക്കിൽ ഒരു നായര് കണ്ടിട്ടാണെങ്കിൽ അത് ചിന്തിക്കണ്ട. അതെ, ഇനി സംവിധായകൻ ബാലോസ് നായരായതുകൊണ്ട് ക്രിസ്ത്യൻസിനെ ഒരിക്കലുമല്ല. ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ പൂർണ്ണമായും ആദ്യം സ്ക്രിപ്റ്റ് ബാലുവിനോട് പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ തന്നെ സത്യത്തില് ഈ കഥ എന്താണെന്നോ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഷൂട്ടിംഗ് ഓൺ പ്രോഗ്രസ് ആണ്. ഇനിയിപ്പോ അടുത്തൊരു സോങ് വരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് പ്രോഗ്രസ് ഇരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും ഞങ്ങളുടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ക്യാമിയോ ആയിട്ട് വരുന്ന ആരാണെന്ന് പോലും ഞങ്ങൾ റിവീൽ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അത് റിവീൽ ചെയ്യുന്ന സമയമാകുമ്പോൾ അത് പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി ആയെന്ന് വിചാരിക്കുന്നു. ഇതൊരു വലിയ ജേണിയാണല്ലോ. അപ്പൊ നിങ്ങൾ ഇനിയിപ്പം ഇന്ന് നമ്മുടെ കൂടെ കൂടുന്നുണ്ട്, ഇനിയിപ്പോ അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾ നമ്മളോട് ഉണ്ടല്ലോ, അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ കരുതും. ഒരുപാട് ചോദ്യങ്ങൾ പോസ്റ്ററിലെ ആ ഒരു പ്രത്യേക റിലീജിയനെ കുറിച്ചായിരുന്നു. സോ എനിക്കൊരു ചെറിയൊരു കാര്യം മാത്രം അതിൽ സൂചിപ്പിക്കാനുണ്ടായിരുന്നു. മേ ബി മോർ ക്വസ്റ്റ്യൻസ് ഇതിന് ശേഷം വന്നേക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നേക്കാം. സോ അതിനെല്ലാം ബന്ധപ്പെടുത്തി പറയാനാണ്. അതായത് എല്ലാവരും പറയുന്ന പോലെ ഇവിടെ എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ ഒരു ഫാമിലി ആയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് മതങ്ങളോ ജാതിയോ വ്യത്യാസം ഒന്നും തന്നെയില്ല. പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, ഗുഡ് ഫ്രൈഡേ എന്നുള്ള പേര്, അതുപോലെ അതിലുള്ള ക്രോസ്, ഇത് രണ്ടുമാണ് വിഷയമായിരിക്കുന്നതെങ്കിൽ ഈ ക്രോസിന് മുമ്പ് ഉണ്ടായിരുന്നത് അതൊരു ശിക്ഷാരൂപമായിരുന്നു. അതായത് കുരിശിനെ തറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന രീതി, കഴുമരം പോലുള്ള ഒരു രീതിയായിട്ടായിരുന്നു കുരിശിനെ കണ്ടിരുന്നത്. പക്ഷെ അത് രക്ഷാരൂപമാവുന്നത്, അതൊരു സേവ് ചെയ്യുന്ന ഒരു ഇതായി മാറുന്നത്, അല്ലെങ്കിൽ രക്ഷകനായി മാറുന്നത് ആ ഒരു ദിവസമായിരുന്നു, ഗുഡ് ഫ്രൈഡേ ആയിരുന്നു, ക്രൂശിക്കപ്പെട്ട ആ ദിവസമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ
ഇതെനിക്ക് നെഗറ്റീവായിട്ട് ഇതിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. കാരണം ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗുഡ് ഫ്രൈഡേ ആണ്, ക്രോസ് ആണ്. സോ ആ ദിവസമാണ് അത് അത്രയും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് അതിൽ നെഗറ്റീവായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ വാസ്തവത്തിൽ അത്ഭുതമാണ് തോന്നിയത്. എന്തായാലും എനിക്ക് ആ ക്രോസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം പങ്കുവച്ചു മാത്രം. താങ്ക് യു.